الحمد لله وكفى والصلاة والسلام على نبي المصطفى وعلى آله وأصحابه المرتضى أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب وما توفيقي إلا بالله عليه توكلت وإليه أنيب عطفوا قلوب العالمين بأسرهم علي وألبسني قبولا بشلمها صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية സ്നേഹാദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായ ഈ മാസത്തിൽ ആദ്യത്തെ വെള്ളിയാഴ്ചയിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവൻ്റെ സ്വർഗീയ ആരാമത്തിനും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളെയും കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ വളരെ വിശാലമായ മഗ്ഫിറത്ത് കൊണ്ടും റഹ്മത്ത് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. ശേഷിക്കുന്ന ജീവിതകാലം അത്രയും അള്ളാഹുവിനും അവൻ്റെ ഹബീബിനും ഇഷ്ടപ്പെടും പോലെ ജീവിക്കാൻ അള്ളാഹു വലിയ തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, പരിശുദ്ധമായ റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയിലാണ് നാം നിലകൊള്ളുന്നത്. അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അള്ളാഹു ഏറെ ആദരിച്ച ബഹുമാനിച്ച ഒരു മാസമാണ് പരിശുദ്ധമായ റജബ് എന്നുള്ളത്. കഴിഞ്ഞ വർഷം പരിശുദ്ധമായ റജബിനെ ആഗതമാക്കിയ പലരും ഇന്ന് നമ്മോടൊപ്പം ഇല്ല. അള്ളാഹു വലിയൊരു തൗഫീഖാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം ആദരിച്ച് ബഹുമാനിച്ച പരിശുദ്ധമായ റജബിലേക്ക് കടക്കുവാനും ആ റജബിൽ ആദ്യത്തെ വെള്ളിയാഴ്ചയിൽ നിലകൊള്ളുവാനും അള്ളാഹു തൗഫീഖ് നൽകി. അൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ റജബിലും ഷഅബാനിലും അള്ളാഹു നമുക്ക് ബർക്കത്ത് നൽകട്ടെ. പരിശുദ്ധമായ റമളാനിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എത്തിക്കട്ടെ. അള്ളാഹു ഒരുപാട് നന്മകൾ ചെയ്യാൻ ഒരുപാട് ആയുസ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. റജബ് ആഗതമായാൽ അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യുമായിരുന്നു. അൻ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല, മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു, ഇദാ ദഖല റജബുൻ, പരിശുദ്ധമായ റജബ് ആഗതമായാൽ, കാല നബി തങ്ങൾ ദുആ ചെയ്യും, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ, അല്ലാഹുവേ പരിശുദ്ധമായ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. പരിശുദ്ധമായ റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണമേ എന്ന് അള്ളാന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. അപ്പോൾ റജബുമായി ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ് ബർക്കത്ത് എന്നുള്ളത്. എങ്കിൽ എന്താണ് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ? ഒരു കാര്യത്തിൽ അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന നന്മകൾ നിലനിന്ന് കിട്ടലാണ് ബർക്കത്ത് എന്ന് പറഞ്ഞാൽ. ഒരു വിഷയത്തിൽ, ഒരു കാര്യത്തിൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന നന്മകൾ നിലനിന്ന് കിട്ടലാണ്. വൽ ബർക്കത്തു സുബൂത്തുൽ ഖൈറിൽ ഇലാഹിയ ഫി ശൈഇ, ഒരു വസ്തുവിൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള നന്മ നിലനിന്ന് കിട്ടലാകുന്നു. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നന്മ ഖൈർ ഉണ്ടാകണമെന്നാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആരോഗ്യം അത് ഏറ്റവും നല്ല രൂപത്തിലാവണം.
നമ്മുടെ സമ്പത്ത് ഏറ്റവും ഹൈറായ രൂപത്തിലാകണം, നമ്മുടെ സന്താനങ്ങൾ ഏറ്റവും നന്മയിലാകണം, നമ്മുടെ തൊഴിൽ വരുമാനങ്ങൾ എന്ന് തുടങ്ങുന്ന ഏതേത് കാര്യങ്ങളുണ്ടോ അതിലെല്ലാത്തിലും ഏറ്റവും നന്മയുള്ളതിന് അള്ളാഹു നൽകണമെന്നും ആ നന്മയുള്ള കാര്യങ്ങളൊക്കെയും നിരന്തരം നിലനിന്ന് കിട്ടുകയും ചെയ്യണമെന്നുള്ളതാണ് ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹം. നമുക്ക് നന്മ ലഭിച്ചാൽ മാത്രം പോരല്ലോ, അത് നിലനിന്ന് കിട്ടുകയും അതിൽ നിന്നുള്ള പ്രയോജനം ഉണ്ടാവുകയും വേണം. അപ്പോഴേ അത് ബർക്കത്താവുകയുള്ളൂ. അത് നിലനിന്ന് കിട്ടണം. ഒരു നിഅമത്ത് പെട്ടെന്ന് വന്നു ചേരുകയും അതുപോലെ തന്നെ പെട്ടെന്ന് പോവുകയും ചെയ്താൽ അത് ഉണ്ടാകുന്നതിനേക്കാളും നമുക്ക് ഖേദമാണ് ഉണ്ടായിത്തീരുന്നത്. ഒരു നിഅമത്ത് പെട്ടെന്ന് ഇങ്ങ് വന്നു ചേർന്നു, അതുപോലെ തന്നെ അങ്ങ് പോവുകയും ചെയ്തു. അപ്പോൾ നമുക്കൊന്നും കൂടെ സങ്കടം വർദ്ധിക്കും. അപ്പോൾ അത് നിലനിന്ന് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ അതുകൊണ്ടുള്ള ഉപകാരം നമുക്ക് കിട്ടണം. ഈ ലോകത്തും കിട്ടണം, നാളെ പാരത്രികമായ ലോകത്തും കിട്ടണം. ഉദാഹരണം, സമ്പത്ത്. ഒരു മനുഷ്യന് പെട്ടെന്ന് സമ്പത്ത് വന്നതുപോലെ തന്നെ അങ്ങ് പോവുകയും ചെയ്തു. അപ്പം അതുകൊണ്ട് വല്ല നേട്ടമുണ്ടോ? അതിൽ ബർക്കത്തില്ല. അതിലേക്ക് ഒരുപാട് സമ്പത്തുണ്ട്, പക്ഷേ അതുകൊണ്ട് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. രോഗമാണ്, രോഗചികിത്സക്ക് വേണ്ടി ഇങ്ങനെ സമ്പത്ത് ഇങ്ങനെ ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സമ്പത്തുണ്ടായിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഉപകാരപ്പെടുന്ന രൂപത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയിലായിട്ട് നാളെ ആഖിറത്തിൽ പ്രതിഫലം കിട്ടുവാൻ വേണ്ടി നന്മയിലായി നമുക്കത് ചെലവഴിക്കാൻ കഴിയണം. അതുപോലെ തന്നെ സന്താനങ്ങൾ, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന നിഅമത്തായി മാറുന്നത് അതിൽ ബർക്കത്തുള്ളതാകുമ്പോഴാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജികും വ ഔലാദികും അദുവ്വൻ ലക്കും ഫഹദറൂഹും. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജികും വ ഔലാദികും, നിശ്ചയം നിങ്ങളുടെ ഇണകൾ, നിങ്ങളുടെ സന്താനങ്ങൾ, നിങ്ങളുടെ സന്താനങ്ങളിലും നിങ്ങളുടെ ഇണകളിലും ചിലരുണ്ടല്ലോ, അദുവ്വൻ ലക്കും, അവർ നിങ്ങളുടെ ശത്രുക്കളാണ്. അവർ നിങ്ങളുടെ ശത്രുക്കളാണ്. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ചില ഇണകൾ, ചില സന്താനങ്ങൾ അവർ നിങ്ങൾക്ക് ശത്രുക്കളാണ്. ഫഹദറൂഹും, അതുകൊണ്ട് നിങ്ങൾ അവരെ സൂക്ഷിക്കണേ എന്ന് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നുണ്ട്. ഇവിടെ എല്ലാ ഇണകളെ പറ്റിയുമല്ല, ചില ഇണകൾ അത് അള്ളാഹുവിൻ്റെ ബർക്കത്തിനെ തൊട്ട് അകന്നവരായിരിക്കും. ചില സന്താനങ്ങൾ അത് അള്ളാഹുവിൻ്റെ ബർക്കത്തിനെ തൊട്ട് അകന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ അവർ നമുക്ക് ശത്രുക്കളായി മാറുന്നതാണ്. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന സന്താനങ്ങളായാലും നമ്മുടെ ഇണകളായാലും നമ്മുടെ സമ്പത്തായാലും നമ്മുടെ തൊഴിലുകളായാലും നമുക്ക് അല്ലാഹു നൽകുന്ന ആരോഗ്യമായാലും അതിലെല്ലാത്തിലും ബർക്കത്തുണ്ടാകുവാൻ വേണ്ടി നിരന്തരം നാം ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞില്ലേ, ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഒരു കണക്കുമില്ലാതെ നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും അല്ലാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് നിരന്തരം ബർക്കത്തിനെ ചോദിക്കുമായിരുന്നു. ഏത് കാര്യമാണെങ്കിലും അതിൽ ബർക്കത്തുണ്ടാകുവാൻ വേണ്ടി ദുആ ചെയ്യണം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ദുആ ചെയ്യുമായിരുന്നു, വബാരിക് ലനാ ഫീ അസ്മാഇനാ വ അബ്സാരിനാ വ ഖുലൂബിനാ വ അസ്വാജിനാ വ ദുരിയാതിനാ വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുവിനോട് ദുആ ചെയ്യും, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ അസ്മാഇനാ, ഞങ്ങളുടെ കേൾവിയിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ, വ അബ്സാരിന, ഞങ്ങളുടെ കാഴ്ചയിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാ, വ ഖുലൂബിന, ഞങ്ങളുടെ ഹൃദയങ്ങളിൽ, വ അസ്വാദിന, ഞങ്ങളുടെ ഇണകളിൽ, വ ദുരിയാതിന, ഞങ്ങളുടെ സന്താനങ്ങളിൽ നീ ബർക്കത്ത് നൽകണമേ എന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. വതുബ് അലൈനാ, ഞങ്ങളുടെ തൗബയെ നീ സ്വീകരിക്കണേ അല്ലാ, ഇന്നക അൻത തവ്വാബുർ റഹീം, നീ ഒരുപാട് തൗബയെ സ്വീകരിക്കുന്നവരും കാരുണ്യവാനുമാണല്ലോ അല്ലാ എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. കൃഷിയിൽ ഒരാൾ കൃഷിക്ക് വേണ്ടി ഇറങ്ങുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തൊഴിലിന് വേണ്ടി ഇറങ്ങുമ്പോൾ പ്രത്യേകം അതിനു വേണ്ടി ദുആ ചെയ്യും. അങ്ങനെ ദുആ ചെയ്യണം, ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യണം. മുത്ത് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്രകാരം കൃഷിക്ക് വേണ്ടിയും
നാടിന് വേണ്ടിയും നമ്മുടെ അളവ് പാത്രങ്ങൾക്ക് വേണ്ടിയുമെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അനിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് നബി തങ്ങളെ തൊട്ട് നബി തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സമരിനാ, അല്ലാഹുവേ ഞങ്ങളുടെ സമറാത്തുകളിൽ, ഞങ്ങളുടെ ഫലങ്ങളിൽ, ഞങ്ങളുടെ കൈക്കനികളിൽ നീ ബർക്കത്ത് ചൊരിയണേ അല്ലാഹ്. വബാരിക് ലനാ ഫീ മദീനത്തിനാ, ഞങ്ങളുടെ ഈ പട്ടണത്തിൽ, ഞങ്ങളുടെ ഈ നാട്ടിൽ നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. വബാരിക് ലനാ ഫീ സാഇനാ വബാരിക് ലനാ ഫീ മുദ്ദിനാ, ഞങ്ങളുടെ മുദ്ദിലും ഞങ്ങളുടെ സായിലുമെല്ലാം നീ ബർക്കത്ത് നൽകണേ എന്ന് ദുആ ചെയ്യും. ഒരു കാര്യം അളന്ന് കൊടുക്കുമ്പോൾ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തു അളന്ന് വാങ്ങിക്കുമ്പോൾ അതിൽ നീ ബർക്കത്ത് നൽകണേ എന്ന് അല്ലാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്യുന്നു. ഇന്ന് ബർക്കത്തിൻ്റെ ദുആയിൽ നാം പിന്നിലാണ്. പലവിധ പരിപാടികളും ചെയ്തിട്ടും ഒന്നിലും ഒരു ബർക്കത്തില്ല. അതെന്തുകൊണ്ടാണ്? അള്ളാഹുവിനോട് നാം ദുആ ചെയ്യുന്നില്ല. ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യണം. ഒരിക്കൽ ഒരു സാലിഹ്യങ്ങളിൽപ്പെട്ട ഒരു മഹാൻ ഇങ്ങനെ ദുആ ചെയ്യുകയാണ്, റിസ്ക്കിൽ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. അപ്പോൾ ഒരാൾ ചോദിച്ചു, എന്തിനാണ് റിസ്ക്കിൽ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യുന്നത്? റിസ്ക്കിനെ ചോദിച്ചാൽ പോരെ, അള്ളാഹു നൽകുമല്ലോ. അപ്പോൾ മഹാൻ അവர்கள் പറഞ്ഞത്, ഇന്നല്ലാഹ ലമിന റിസ്ക ലികുല്ലി ഹയ്യിൻ ഖലഖഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ഏതൊരു വസ്തുവിനും അല്ലാഹു ഭക്ഷണം നൽകുമെന്ന കാര്യം ഏറ്റെടുത്ത കാര്യമാണ്. അല്ലാഹു റിസ്ക് നൽകുമെന്നുള്ള കാര്യം ഏറ്റെടുത്ത കാര്യമാണ്. പരിശുദ്ധ ഖുർആനിൽ കാണാമല്ലോ, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലും ഫീ കിതാബിൻ മുബീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കലാമാകുന്ന പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്, വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി, ഭൂമിയിലുള്ള ഏത് മൃഗമാകട്ടെ, ഏത് ജീവജാലങ്ങളാകട്ടെ, ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് റിസ്ക് നൽകുന്നതാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ കാണാം. എന്നാൽ ആ റിസ്ക്കിൽ ബർക്കത്തിന് വേണ്ടി പ്രത്യേകം നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്, ഭക്ഷണം ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ ആ ഭക്ഷണത്തിൽ ബർക്കത്തുണ്ടാവുക എന്നുള്ളത് നാം ചോദിച്ചു വാങ്ങേണ്ടതാണ്. വലാകിന്നി യസ്അലുൽ ബർക്കത ഫി റിസ്ഖി, അതുകൊണ്ട് ഞാൻ റിസ്ക്കിൽ ബർക്കത്തുണ്ടാകുവാൻ വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു. ഫഹിയ ജുന്ദുൻ ഖഫിയുൻ മിൻ ജുനൂദില്ലാഹ്, അത് അല്ലാഹുവിൻ്റെ രഹസ്യമായ, അതീവ രഹസ്യമായ, അഭൗതികമായ ഒരു കാര്യമാകുന്നു ബർക്കത്ത് എന്നുള്ളത്. യുർസിലുഹാ ലിമൻ യശാ, അവൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്കാണ് ആ ബർക്കത്ത് നൽകുന്നത്. അതുകൊണ്ടാണ് അല്ലാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ കാര്യത്തിനു വേണ്ടിയും ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്ത്, ഏതൊരു കാര്യത്തിലും അല്ലാഹുവേ ആ വിഷയത്തിൽ എനിക്ക് നീ ബർക്കത്ത് നൽകണമേ എന്ന് മുത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തത്. നമുക്ക് സമ്പത്ത് ഒരുപാടുണ്ടായിട്ട് കാര്യമില്ല, ആ സമ്പത്ത് കൊണ്ട് പ്രയോജനം ഉണ്ടാകണം. അബൂലഹബിന്റെ കാര്യം അറിയാമല്ലോ. അബൂലഹബിന് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു. തബ്ബത്തി യദാ അബീ ലഹബിൻ വതബ്ബ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചില്ലേ അവനെ പറ്റി? അവന്റെ സമ്പത്തോ മാ ഗനാ അൻഹു മാലുഹു വമാ കസബ്, അവന്റെ സമ്പത്തോ, അവന്റെ ഒരു തരത്തിലുള്ള അവൻ ഒരുമിച്ച് കൂട്ടി എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതൊന്നും അവന് ഉപകാരപ്പെടുകയില്ല. അപ്പോൾ സമ്പത്തുണ്ടായിട്ട് കാര്യമില്ല. ആ സമ്പത്തും സന്താനങ്ങളും എല്ലാം അല്ലാഹുവിൻ്റെ അടുക്കൽ ഉപകാരപ്പെടുന്ന രൂപത്തിലാകണമെങ്കിൽ അതിൽ ബർക്കത്തുണ്ടാവണം. അല്ലാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ബർക്കത്തുണ്ടാവണം. അത് മുറിഞ്ഞു പോയാൽ നടേ പറഞ്ഞു വെച്ചതുപോലെ നമ്മുടെ ഇണകൾ നമുക്കെതിരെ നിൽക്കുന്ന ശത്രുക്കളായി മാറും അല്ലാഹുവിൻ്റെ കോടതിയിൽ. അതല്ലെങ്കിൽ നമ്മുടെ സന്താനങ്ങൾ നമുക്കെതിരെ നിൽക്കുന്ന ശത്രുക്കളായി മാറും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ സന്താനങ്ങളിലും ഇണകളിലും അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യുന്നത് പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മഹത്തുക്കളെ കൊണ്ട് ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യിപ്പിക്കുക എന്നുള്ളത്. നമ്മൾ സ്വന്തമായി ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യണം. അതോടൊപ്പം മഹത്തുക്കളാകുന്ന സാലിഹ്യങ്ങളാകുന്ന ആളുകളെ സമീപിച്ചിട്ട് ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യിപ്പിക്കണം. മഹാനായ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞുനാളിൽ എൻ്റെ പിതാവ് എന്നെയും പിടിച്ചുകൊണ്ട് നാട്ടിൽ ആരെങ്കിലും ഒരു സാലിഹായ ആലിമായ ഒരു പണ്ഡിതൻ വന്നാൽ, സൂഫിയായ ഒരു മനുഷ്യൻ വന്നാൽ അദ്ദേഹത്തിൻ്റെ സമീപത്തിലേക്ക് എൻ്റെ പിതാവ് എന്നെ കൊണ്ടുപോകും. എന്നിട്ട് എനിക്ക് വേണ്ടി ദുആ ചെയ്യുവാൻ വേണ്ടി ആ സാലിഹിനോട് പറയുമായിരുന്നു എന്ന് മഹാനായ ഇമാം ശാഫിഈ റഹിമഹുല്ലാഹ് പറയുകയാണ്.
ആ ഒരു കാരണത്താലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രത്തോളം ഉയർച്ചയിലേക്ക് നൽകിയതെന്ന് മഹാനായ ഇമാമുന ശാഫിഈ റഹിമഹുള്ള പഠിപ്പിക്കുന്നു. പഴമക്കാരൊക്കെ അങ്ങനെയായിരുന്നു. നമ്മുടെ മക്കളെ എന്ത് ചെയ്യും? സാലിഹ്യങ്ങൾക്ക് ആരെങ്കിലും വന്നാൽ, ആലിമീങ്ങൾ പണ്ഡിതന്മാർ വന്നാൽ പറയും, അത് ഒന്നിനു വേണ്ടി ദുആ ചെയ്യണം കേട്ടോ എന്ന് പറയുന്നൊരു പതിവുണ്ടായിരുന്നു. അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ സഹാബാക്കൾ കുട്ടികളെ കൊണ്ടുവരും. എന്നിട്ട് അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറയും. മുത്തുനബി തങ്ങൾ അവർക്ക് വേണ്ടി ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യും, അവർക്ക് വേണ്ടി മന്ത്രിക്കും. എന്നിട്ട് അവരുടെ മുഖത്ത് വെള്ളം ഇങ്ങനെ തളിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തിലേക്ക്, മദീനത്തെ പള്ളിയിലേക്ക് വിഭവങ്ങൾ കൊണ്ടുവരും, ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരും. എന്നിട്ട് ദുആ ചെയ്യാൻ പറയും. അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്യുമായിരുന്നു. നമ്മുടെ നാട്ടിലും അത് പഴമക്കാർ ചെയ്തു വന്നൊരു കാര്യമുണ്ടായിരുന്നു. വീട്ടിലൊരു തെങ്ങിൽ നിന്നും തേങ്ങ ഉണ്ടാകുന്നൊരു രീതി, തേങ്ങ ഉണ്ടാകുന്നൊരു അവസ്ഥ എത്തിപ്പെട്ടാൽ ആദ്യത്തെ തേങ്ങ പള്ളിയിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് ഉസ്താദിനോട് ദുആ ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ പള്ളികളെല്ലാം ലേലം ചെയ്ത് വിൽക്കുന്നൊരു കാലമുണ്ടായിരുന്നു. ഇന്നവിടെ ആരങ്ങനെ ചെയ്യുന്നുണ്ട്? പള്ളിപ്പറമ്പിലെ തേങ്ങ വിൽക്കാൻ പോയാൽ അതുപോലും മേടിക്കാൻ ആൾക്കാർ താല്പര്യം കാണിക്കും. അതിലെല്ലാം ബർക്കത്തുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബർക്കത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുമായിരുന്നു. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു കർഷകൻ അവൻ്റെ ഉൽപ്പന്നത്തിൽ ആദ്യത്തെ വിഹിതം പള്ളിക്ക് വേണ്ടി നൽകും. എന്നിട്ട് ദുആ ചെയ്യാൻ പറയും. അതൊരു പഴമക്കാർ ചെയ്തു വന്ന നന്മയായ ഒരു കാര്യമായിരുന്നു. അങ്ങനെ ദുആ ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിലെല്ലാത്തിലും ബർക്കത്തുണ്ടാകുന്ന രീതിയായിരുന്നു. മഹാനായ ഉർവത്ത് ബിനുൽ ബാരിഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഅതാഹു ദീനാറൻ യശ്തരി ലഹു ബിഹി ഷാതാ, ഒരു ആടിനെ വാങ്ങിക്കുവാൻ വേണ്ടി ഒരു ദീനാറിനെ അള്ളാഹുവിൻ്റെ റസൂല് ദിനാറിനെ നൽകി. ഫഷ്തറാ ലഹു ബിശാത്തൈനി, അങ്ങനെ അദ്ദേഹം ആ ദീനാറ് കൊണ്ട് 2 ആടുകളെ വാങ്ങി. ഫബാഅ ഇഹ്ദാഹുമാ ബിദീനാരിൻ, എന്നിട്ട് ഒരു ആടിനെ ഒരു ദീനാറ് കൊണ്ട് വിറ്റു. വജാഅഹു ബിദീനാരിൻ വശാത്തിൻ, അങ്ങനെ ആ 2 ആടിൽ ഒരാടിനെ വിറ്റിട്ട് ഒരാടിനെയും ഒരു ദീനാറുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്ക് വന്നു. ഫദഅ ലഹു ബിൽ ബറകതി ഫീ ബൈഇഹി, അല്ലാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകുവാൻ വേണ്ടി ദുആ ചെയ്തു. പിന്നീടോ വകാന ലൗ ഇഷ്തറ തുറാബ ലറബിഹ ഫീഹി, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സഹാബി വര്യന് വേണ്ടി ദുആ ചെയ്തപ്പോൾ അദ്ദേഹം പിന്നീട് ഒരു മണ്ണ് വാങ്ങിച്ചാൽ പോലും അതിൽ ലാഭമുണ്ടാകുമായിരുന്നു. അതിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്തപ്പോൾ പിന്നീട് അദ്ദേഹം ചെയ്യുന്ന ഏത് കച്ചവടത്തിലും ബർക്കത്തുണ്ടാകുമായിരുന്നു എന്ന് മഹാനായ ഉർവത്തുൽ ബാരിഖി റളിയല്ലാഹു അൻഹു മുത്തുനബി തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും. അപ്പം അങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. പിന്നീട് അദ്ദേഹം ഒരു മണ്ണ് വാങ്ങിയാൽ പോലും അതിൽ ലാഭമുണ്ടാകുമായിരുന്നു. അത്രത്തോളം ബർക്കത്ത് അല്ലാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ദുആയിലൂടെ അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യണം. അത് വലിയ കാര്യമാണ്. കുട്ടികളുടെ ജന്മദിനം വരുമ്പോൾ മദ്രസ കുട്ടികൾക്ക് മിഠായി നൽകിയിട്ട് ദുആ ചെയ്യാൻ വേണ്ടി പറയല്, ഇതൊക്കെ വലിയ കാര്യമാണ്, വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. നമ്മുടെ മക്കൾക്കെല്ലാം നല്ല ആഫിയത്തുള്ള ദീർഘായുസ് കിട്ടാൻ, ജീവിതത്തിൽ ബർക്കത്തുണ്ടാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതിനെല്ലാം ഇത് ഉതകുന്ന കാര്യമാണ്. അതെല്ലാം നാം ചെയ്യണം. അതോടൊപ്പം ബർക്കത്തിന് നിരക്കാത്ത പ്രവർത്തനങ്ങൾ നമ്മിൽ നിന്നുണ്ടാവാൻ പാടില്ല. ഒരു മുസ്ലിമിൽ നിന്നുണ്ടാകാൻ ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ് ബർക്കത്തിന് നിരക്കാത്ത പ്രവർത്തനങ്ങൾ ഉണ്ടാവരുത്. ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ജീവിയോ ഒന്നിനെയും ശപിക്കാൻ പാടില്ല, അല്ലെങ്കിൽ കാലത്തെ കുറ്റം പറയാൻ പാടില്ല. അങ്ങനെയുള്ള ശാപവാക്കുകൾ അത് ബർക്കത്തിന് നിരക്കാത്ത കാര്യമാണ്. ഒരിക്കൽ സഹ്ൽ ബിൻ ഹുനൈഫ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബിമാരിൽപ്പെട്ട ഒരാളാണ്. മഹാനവറുകൾ ഒരിക്കൽ ഷർട്ട് ഊരുകയാണ്. എന്തൊരാവശ്യത്തിന് വേണ്ടി ഷർട്ട് ഊരിയപ്പോൾ മറ്റൊരാളിത് കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്ത് സൗന്ദര്യമാണ്, ഇതുപോലുള്ളൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല, എന്തൊരു ഭംഗിയാണ് എന്ന് പറഞ്ഞു തീരേണ്ട താമസം അദ്ദേഹം മഹാനായ സഹ്ൽ ബിൻ ഹുനൈഫ് റളിയല്ലാഹു അൻഹു കുഴഞ്ഞു വീഴുകയാണ്.
കുഴഞ്ഞു വീണു. സഹാബത്തെല്ലാം അദ്ദേഹത്തെ വാരിയെടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, എന്താണ് സംഭവം? അപ്പൊ നബി തങ്ങൾക്ക് സഹാബത്ത് ഇങ്ങനെ വിവരിച്ചു കൊടുത്തു, ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വുളു എടുക്കുകയും വുളു എടുത്തതിന് ശേഷമുള്ള മിച്ചം വന്ന വെള്ളം ആ സഹാബിയുടെ മുഖത്തേക്ക് ഇങ്ങനെ ശരീരത്തിലേക്ക് ഇങ്ങനെ കുടഞ്ഞു കൊടുത്തു. അപ്പൊ അദ്ദേഹം എഴുന്നേറ്റു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ട് സഹാബത്തിനോട് പറഞ്ഞു, സഹാബ, ഇദാ റആ അഹദുക്കും മിൻ അഖീഹി, നിങ്ങൾ ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ സഹോദരനെ കണ്ടാൽ, ഔ മിൻ നഫ്സിഹി, അല്ലെങ്കിൽ സ്വന്തം ശരീരത്തെ കണ്ടാൽ, ഔ മിൻ മാലിഹി, അല്ലെങ്കിൽ അവന്റെ സമ്പത്തിൽ കണ്ടാൽ, മാ യുഅ്ജിബുഹു, അത്ഭുതപ്പെടുത്തുന്ന എന്തെങ്കിലും കണ്ടാൽ. സൗന്ദര്യം, നമുക്ക് നമ്മുടെ സഹോദരനിൽ ഒരു അത്ഭുതപരമായ അവന്റെ സൗന്ദര്യത്തിൽ അത്ഭുതം തോന്നി, അതല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ വിഷയത്തിൽ ഒരു അത്ഭുതം തോന്നി, അവൻ പഠിക്കുന്ന വിഷയത്തിൽ നല്ലതുപോലെ പഠിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ അത്ഭുതത്തോട് നോക്കി നിൽക്കാറില്ലേ? ഔ മിൻ നഫ്സി, അല്ലെങ്കിൽ സ്വന്തം കാര്യത്തിൽ കണ്ണാടിക്ക് മുമ്പിൽ നാം നിൽക്കുമ്പോൾ കുഴപ്പമില്ല, തരക്കേടിൽ ഞാൻ ഇച്ചിരി ചൊറുക്കുള്ളവനായി ഭംഗിയുള്ളവനായി എന്ന രീതിയിൽ നമ്മുടെ മനസ്സിൽ നമുക്ക് തോന്നിയാൽ, മാ യുഅ്ജിബുഹു, അത്ഭുതപ്പെടുത്തുന്ന രൂപത്തിൽ തോന്നിയാൽ, ഫൽയദുഉ ബിൽ ബറക, അപ്പോൾ അല്ലാഹുവിനോട് ബർക്കത്തിന് വേണ്ടി അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം തന്നെ ദുആ ചെയ്യണം, അല്ലാഹുവേ നീ ബർക്കത്ത് നൽകണേ. അല്ലെങ്കിൽ ഫഇന്നൽ ഐന ഹഖ്കുൻ, നിശ്ചയം കണ്ണീർ അത് ബാധിക്കുക തന്നെ ചെയ്യുന്നത് ഹക്കാണ്. നാം നമ്മുടെ മക്കളുടെ മുമ്പിൽ, മക്കൾ എന്തെങ്കിലും പഠിക്കുന്ന വിഷയത്തിൽ, അല്ലെങ്കിൽ അവരുടെ സൗന്ദര്യത്തിൻ്റെ വിഷയത്തിൽ, അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ വിഷയത്തിൽ ഒരൽപ്പം നല്ലതാണ് എന്ന് തോന്നുമ്പോൾ ഉടൻ തന്നെ അല്ലാഹുവേ നീ ബർക്കത്ത് നൽകണമെന്നും മാഷാ അല്ലാഹ് എന്നും പറയുകയും ചെയ്യണം. അതാണ് അല്ലാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്ന അധ്യാപനം. അത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവരായി മാറണം നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് ബർക്കത്തിൻ്റെ വിഷയത്തിൽ അല്ലാഹുവിനോട് നിരന്തരം തേടിക്കൊണ്ടേയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ കാര്യത്തിൽ എല്ലാത്തിലും ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ, നിലനിർത്തി നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമാക്കപ്പെട്ട ഈ റജബിനെ ഒരുപാട് ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആല മാസങ്ങൾ നൽകിയത് 12 മാസങ്ങളാണ്. ആ 12 മാസങ്ങളിൽ ഏറ്റവും പവിത്രതയുള്ള 4 മാസങ്ങളുണ്ട്. മിൻഹാ അർബഅത്തുൻ ഹുറും, പരിശുദ്ധതയുള്ള പവിത്രതയുള്ള 4 മാസങ്ങൾ. അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നു, ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും, 4 പവിത്രതയുള്ള മാസങ്ങൾ. ദാലിക ദീനുൽ ഖയ്യിം, അതാണ് ഏറ്റവും ചൊവ്വായ ദീൻ. ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, ആ 4 മാസങ്ങളിൽ നിങ്ങൾ സ്വശരീരങ്ങളോട് അക്രമം പ്രവർത്തിക്കരുതേ എന്ന് അല്ലാഹു. 4 പവിത്രതയുള്ള മാസങ്ങൾ. അതിലൊന്നാമത്തെ മാസമാണ് പരിശുദ്ധമായ റജബ്. തുടർന്നു വരുന്ന 3 മാസങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം അനുഗ്രഹം ചെയ്ത് തുറന്നു വരുന്ന 3 മാസങ്ങൾ. ആ 3 മാസങ്ങളിൽ ഒന്നാമത്തെ മാസവും അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറഞ്ഞ മിൻഹാ അർബഅത്തുൻ ഹുറും എന്ന് പറഞ്ഞതിലെ 2ാമത്തെ മാസവുമാണ് പരിശുദ്ധമായ മുഹറം, റജബ്, ദുൽഖഅദ, ദുൽഹിജ്ജ എന്നിങ്ങനെയാണ് 4 മാസങ്ങൾ. ആ 4 മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം എടുത്തു പറഞ്ഞ മാസമാണ് പരിശുദ്ധമായ റജബ്. ആ റജബ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മിൻഹാ അർബഅത്തുൻ ഹുറും, പവിത്രതയുള്ള 4 മാസങ്ങൾ. ആ മാസങ്ങളിൽ ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങളോട് അക്രമം പ്രവർത്തിക്കരുത്. തെറ്റ് അത് എപ്പോൾ ചെയ്താലും തെറ്റാണ്, അതിന് ശിക്ഷയുണ്ട്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച ബഹുമാനിച്ച മാസങ്ങളിലാകുമ്പോൾ ആ തെറ്റിൻ്റെ ആധിക്യം കൂടും, ശിക്ഷ കൂടും. പരിശുദ്ധമായ റമളാനിൽ ഒരു വ്യക്തി നിസ്കരിക്കുമ്പോൾ അതിന് കിട്ടുന്ന പ്രതിഫലം എത്ര കണ്ടു ഉന്നതമാണോ, അതുപോലെ തന്നെ ആ പരിശുദ്ധമാക്കപ്പെട്ട റമളാനിൽ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾക്ക് വലിയ തെറ്റാണ്, വലിയ പാതകമാണ്, വലിയ ശിക്ഷയാണ് അല്ലാഹു നൽകുന്നത്. സാധാ മാസങ്ങളിൽ ചെയ്യുന്ന തെറ്റുപോലെയല്ല. അതുപോലെ തന്നെയാണ് പരിശുദ്ധമായ റജബിലും. കാരണം അല്ലാഹു പ്രത്യേകം പരിഗണന നൽകിയ മാസമാണ്. മിൻഹാ അർബഅത്തുൻ ഹുറും എന്ന് അല്ലാഹു പറഞ്ഞ മാസങ്ങളിൽപ്പെട്ട ഒരു മാസമാണ് പരിശുദ്ധമായ റജബ്. ആ റജബിൽ തെറ്റുകുറ്റങ്ങളിൽ നിന്നും ഒഴിവായി ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. സാധാ മാസങ്ങളെപ്പോലെ എല്ലാ മാസത്തെയും പോലെ കണ്ടുപോകുക ചെയ്യരുത്. പ്രത്യേകം ഒരു പരിഗണന വേണം. തെറ്റുകളിൽ നിന്നും മാറി നിൽക്കാൻ നാം ഒന്ന് പരിശ്രമിക്കണം.
അതിനുവേണ്ടി തയ്യാറാവണം. അള്ളാഹുവിനോട് ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് മടങ്ങാൻ തയ്യാറാവണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെ പുറത്തു നൽകി അനുഗ്രഹിക്കട്ടെ. ഈ മാസത്തിൽ ചെയ്യുന്ന നന്മകൾക്ക് വലിയ വലിയ പ്രതിഫലങ്ങളാണ്. അതുപോലെ തന്നെ തെറ്റുകൾ ചെയ്താലും വലിയ ശിക്ഷയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളൊക്കെയും പുറത്തു നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായി ഈ റജബിനെ അതിൻ്റെ മഹത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനോട് ബർക്കത്തിനെ തേടുവാനും അതോടൊപ്പം തന്നെ ബർക്കത്തുള്ളൊരു ജീവിതം ജീവിക്കുവാനും നാം തയ്യാറാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് നൽകിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും എല്ലാ ഉദ്ദേശങ്ങളെയും സഫലീകരിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മുടെ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 70-ാം വാർഷികം വരികയാണ്. അപ്പോൾ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ മേഖലയിൽ നടത്തി വരുന്ന ഒരു പ്രസ്ഥാനമാണ് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ. 70 വർഷമായിട്ട് ഇവിടെ ദീനിൻ്റെ ഖിവാമിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിൻ്റെ 70 വാർഷികം വരുമ്പോൾ അതിലെല്ലാ നിലയിലും സഹകരിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. നമ്മൾ ഈ മദ്രസയിൽ നിന്ന് പുന്നമറ്റം ഹിദായത്ത് സുബിയാൻ മദ്രസയിൽ പഠിച്ചു വളർന്നവരാണ്. ഇവിടെ പഠിപ്പിക്കുന്ന സിലബസ് ദക്ഷിണയുടെ സിലബസാണ്. അത് പഠിച്ചു വന്ന് അത് പഠിപ്പിച്ചതനുസരിച്ച് കൊണ്ടാണ് നാം നമ്മുടെ ദീനിയായ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ദീനിയായ ഒരു ഉന്മേഷവും ഉണർവും നമുക്ക് നൽകുന്ന പ്രസ്ഥാനമാണ് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ. അപ്പോൾ അതിൻ്റെ 70-ാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള പരിപാടികൾക്ക് ഒരുപാട് സാമ്പത്തികമായ ആവശ്യമുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അപ്പോൾ തന്നെ അതിൻ്റെ ഒരു പിരിവ് കാര്യമായിട്ട് ദീനിൻ്റെ ഖിവാമിന് വേണ്ടി ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനമാണ് എന്ന നെയ്യത്തോടു കൂടി നല്ല രൂപത്തിൽ സഹകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു തുക കയ്യിലെടുത്ത് ചെലവഴിക്കാൻ തയ്യാറാവുക. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെ നാം സ്വീകരിക്കട്ടെ. നാം ഒന്ന് ചിന്തിച്ചു നോക്കുക, നമ്മുടെ മുൻഗാമികൾ ഇതുപോലെ മുന്നിട്ടിറങ്ങിയത് കൊണ്ടാണ് നമ്മളെല്ലാം നിസ്കരിക്കുന്നവരും നോമ്പ് പിടിക്കുന്നവരും ദീനിൻ്റെ പ്രവർത്തനങ്ങളുമായി സജീവമായി നിലകൊള്ളുന്നവരായി മാറുന്നത്. അതുപോലെ വരും തലമുറകൾക്ക് ദീൻ പകർന്നു നൽകുവാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കേന്ദ്രമാണ് മദ്രസകളും ഇത്തരത്തിലുള്ള ദീനി സ്ഥാപനങ്ങളും ദീനി പ്രസ്ഥാനങ്ങളെല്ലാം. അപ്പം അതിനെ അകമഴിഞ്ഞ് സഹായിക്കുക. നടേ പറഞ്ഞു വെച്ചതുപോലെ സമ്പത്തിലെ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ചെലവഴിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു രൂപത്തിൽ നമുക്കുള്ള സമ്പത്തിൽ അള്ളാഹു ബർക്കത്ത് കിട്ടാൻ കൈയടിഞ്ഞ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ തയ്യാറാവുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. കാര്യമായി എല്ലാവരും സഹകരിക്കുക. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നാം നൽകുന്ന ചെറിയ വലിയ ഹദിയകളെ പൂർണ്ണമായും സ്വീകരിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് നൽകുന്നുണ്ട്. അല്ലാഹുവേ അർഹമുർ-റഹീമീനായ രാജാതിരാജനായ അല്ലാഹുവേ നീ കബൂലാക്കണം. ഞങ്ങളുടെ പാപങ്ങളൊക്കെയും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി നൽകണം. പരിശുദ്ധമായ റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് നൽകണം. പരിശുദ്ധമായ റമളാനിലേക്ക് ഞങ്ങളെ നീ എത്തിക്കണം. പരിശുദ്ധമായ റമളാനിൽ ഒരുപാട് നന്മകൾ പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം. ഒരുപാട് റമളാനുകളെ വരവേൽക്കുവാൻ, ഒരുപാട് റജബിനെയും ശഅബാനിനെയും വരവേൽക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്യണം. റഹ്മാനെ അല്ലാഹുവേ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണം. ഞങ്ങളുടെ മാതാപിതാക്കൾ ഭാര്യസന്താനങ്ങൾ ജീവിച്ചിരിക്കുന്ന മറ്റു പലരുമുണ്ട്. റഹ്മാനെ എല്ലാവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണം. ഞങ്ങൾ മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണം. ഈ പള്ളിയുടെ ഓരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മുഅ്മിനീങ്ങൾ മുഅ്മിനത്തുകൾ എല്ലാവർക്കും അല്ലാഹുവേ നീ മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യണം. റഹ്മാനെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്കും ദുആ ചെയ്യുന്ന സഹോദരൻ ഹദിയ നൽകി. റഹ്മാനെ അല്ലാഹുവേ റഹ്മാനായ റബ്ബേ നീ മാതാപിതാക്കൾക്ക് നീ മഗ്ഫിറത്ത് നൽകണം. കച്ചവടത്തിൽ നീ ബർക്കത്ത് പ്രദാനം ചെയ്യണം. ആ സഹോദരൻ്റെ കച്ചവടത്തിൽ എല്ലാ തരത്തിലുള്ള ബർക്കത്തുകളും നൽകണം. റഹ്മാനെ മരണപ്പെട്ടു പോയ ഭാര്യയ്ക്കും മറ്റ് ഹലാലായ മുറാദുകളും ഹാസിലാകുവാൻ വേണ്ടി ദുആ ചെയ്യുന്ന സഹോദരൻ ഹദിയ നൽകി. റഹ്മാനെ നീ സ്വീകരിക്കണം. മരണപ്പെട്ടു പോയ ഭാര്യയ്ക്ക് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണം. ബർസഖിയായ ജീവിതം നീ റാഹത്തിലും സന്തോഷത്തിലുമാക്കണം. ഹലാലായ ഉദ്ദേശങ്ങളൊക്കെയും നീ സഫലീകരിച്ച് നൽകണം. മരണപ്പെട്ടു പോയ പിതാവിന് വേണ്ടി ദുആ ചെയ്യുവാൻ, കുടുംബത്തിൽ ഐശ്വര്യത്തിന് വേണ്ടി ദുആ ചെയ്യുന്നത് ഹദിയ നൽകി. റഹ്മാനെ നീ സ്വീകരിക്കണം. അല്ലാഹുവേ സഹോദരൻ്റെ പിതാവിന് നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണം. കുടുംബത്തിൽ ഐശ്വര്യം നൽകണം. മരണപ്പെട്ടു പോയ കാരണവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ മറ്റൊരു സഹോദരൻ റഹ്മാനായ റബ്ബേ നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണം. ബർസഖിയായ ജീവിതം നീ റാഹത്തിലും സന്തോഷത്തിലുമാക്കണം. മകൻ്റെ അസുഖം പൂർണ്ണമായി മാറുവാൻ
പള്ളി നിർമ്മാണത്തിലേക്ക് ഒരു സഹോദരൻ സ്വർണ്ണാഭരണം പ്രദാനം നൽകി. റഹ്മാനെ അള്ളാഹുവെ നീ സ്വീകരിക്കണം എന്നല്ല. അള്ളാഹുവെ ആ സഹോദരൻ്റെ മകൻ്റെ എല്ലാ പ്രയാസങ്ങളും നീ പൂർണ്ണമായിട്ടും മാറ്റിക്കൊടുക്കണം റഹ്മാനെ. അത്തരത്തിലുള്ളൊരു ബുദ്ധിമുട്ട് ഇനി നീ നൽകല്ലേ അല്ലാ. പൂർണ്ണ സലാമത്ത് നൽകണം അല്ലാ, പൂർണ്ണ ഹിഫാദത്ത് നൽകണം റഹ്മാനെ. അള്ളാഹുവെ റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്കുള്ള മക്കളൊക്കെ നീ സാലിഹീങ്ങളാക്കി മാറ്റണം അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും നീ കാത്തിരക്ഷിക്കണം റഹ്മാനെ. അള്ളാഹുവേ അള്ളാഹുവേ, ഞങ്ങൾക്ക് നീ എന്തെല്ലാം നൽകിയിട്ടുണ്ടോ അതിലെല്ലാത്തിലും നീ ബർക്കത്ത് നൽകണമല്ലാ. ഞങ്ങളുടെ ഇണകളിൽ, ഞങ്ങളുടെ സന്താനങ്ങളിൽ, ഞങ്ങളുടെ കുടുംബജീവിതങ്ങളിൽ, ഞങ്ങളുടെ വീടുകളിൽ, ഞങ്ങൾക്ക് നീ നൽകിയ വാഹനങ്ങളിൽ, ഞങ്ങൾക്ക് നീ നൽകിയ സമയങ്ങളിൽ, ഞങ്ങൾക്ക് നീ നൽകിയ ആരോഗ്യത്തിൽ, ഞങ്ങൾക്കെല്ലാത്തിനും ഉപരി നീ നൽകിയ അറിവിൽ എല്ലാത്തിലും നീ ബർക്കത്ത് നൽകണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാ കാര്യത്തിലും നീ ബർക്കത്ത് ചൊരിയണം റഹ്മാനെ. നീ സ്വീകരിക്കണം റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അതുപോലെ തന്നെ അള്ളാഹുവെ, മരണപ്പെട്ടു പോയ മകന് വേണ്ടിയും മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. റഹ്മാനായ റബ്ബേ, നീ മഗ്ഫിറത്തും റഹമത്തും പ്രദാനം ചെയ്യണമല്ല. പള്ളി നിർമ്മാണത്തിലേക്ക് ഒരു സഹോദരൻ 70,000 രൂപ ഹദിയ നൽകി. റഹ്മാനായ റബ്ബേ, നീ സ്വീകരിക്കണമല്ല. അള്ളാഹുവേ റഹ്മാനായ റബ്ബേ, നീ ഖബൂലാക്കണമല്ല. അള്ളാഹുവേ റഹ്മാനായ റബ്ബേ, നീ സ്വീകരിക്കണം റഹ്മാനെ. ആ സഹോദരൻ്റെ കുടുംബത്തിൽ എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും നീ നിറച്ചു നൽകണമല്ല. ബർക്കത്തുള്ള ഭവനമാക്കി മാറ്റണം റഹ്മാനെ. അദ്ദേഹത്തിൻ്റെ സമ്പത്തിൽ നീ ബർക്കത്ത് നൽകണമല്ല. അള്ളാഹുവേ റഹ്മാനായ റബ്ബേ, നിന്റെ പള്ളിക്ക് വേണ്ടി ചെലവഴിക്കുന്ന ആ ചെലവഴിക്കൽ റഹ്മാനായ റബ്ബേ, സ്വർഗത്തിൽ നീ ഭവനം നൽകണമല്ലാ. സ്വർഗത്തിൽ കൊട്ടാരം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ആ കുടുംബത്തിൻ്റെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണം റഹ്മാനെ. മക്കളിൽ നീ ബർക്കത്ത് പ്രദാനം ചെയ്യണമല്ലാ. അള്ളാഹുവേ റഹ്മാനായ റബ്ബേ, എല്ലാ തരത്തിലുള്ള ഐശ്വര്യത്തിൻ്റെ വാതിലുകളും നീ തുറന്നു കൊടുക്കണമല്ലാ. അദ്ദേഹം ചെയ്യുന്ന തൊഴിലിൽ അഭിവൃദ്ധി പ്രദാനം ചെയ്യണം റഹ്മാനെ. നീ സ്വീകരിക്കണം റഹ്മാനെ. റഹ്മാനായ റബ്ബേ, നീ ഖബൂലാക്കണം റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അതുപോലെ തന്നെ ഒരു പിരിവുണ്ട്. വിധവ